ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു ഫ്രീ PT സീരീസ്. അങ്ങനെ നമ്മൾ റൈറ്റിംഗ് മൊഡ്യൂളിൻ്റെ ആ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഈ സീരീസിൽ നമ്മൾ പറഞ്ഞു വിട്ടത് എങ്ങനെ PT റൈറ്റിംഗ് മൊഡ്യൂളിൻ്റെ എസ്സേ എഴുതാം എന്നുള്ളതാണ്. പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മൾ ഓരോരോ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞായിരുന്നു എങ്ങനെ ഇൻട്രൊഡക്ഷൻ എഴുതാം, ഇൻട്രൊഡക്ഷനിൽ എത്ര സെൻറ്റൻസ് വേണം, മെയിൻ ബോഡി എന്താണ്, മെയിൻ ബോഡിയിൽ എത്ര സെൻറ്റൻസ് വേണം, അതെങ്ങനെ എഴുതാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ നമ്മുടെ കൺക്ലൂഡിങ് പാരഗ്രാഫിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് കാണണം. കാരണം ഇതൊരു സീരീസ് ആയതുകൊണ്ട് ഓരോ ക്ലാസ്സുകളും കണ്ടിന്യൂവേഷനാണ്. അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് എന്താണെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. ഇന്നത്തെ ക്ലാസ് കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾ എസ്സേ റൈറ്റിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചെടുക്കും. അപ്പോൾ ഈ ഒരു റൈറ്റിംഗ് മൊഡ്യൂൾ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് PTയുടെ തന്നെ ബാക്കി മൊഡ്യൂൾസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കാരണം നമുക്ക് PT ഒക്കെ പഠിച്ചെഴുതി പുറത്തേക്ക് പോകണ്ടേ. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ. നോക്കിക്കാൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വിട്ടത് എന്തായിരുന്നു, ഇൻട്രൊഡക്ഷൻ എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞായിരുന്നു, മെയിൻ ബോഡി എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ മെയിൻ ബോഡി 2 എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു. ഈ 3 കാര്യങ്ങൾ പറഞ്ഞു നിർത്തി. ഇന്ന് നമ്മൾ നോക്കുന്നത് ഹൗ വി ക്യാൻ റൈറ്റ് എ കൺക്ലൂഷൻ. കൺക്ലൂഷനിൽ ആക്ച്വലി നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഓൾവേസ് ഇറ്റ് ഈസ് ദ ലാസ്റ്റ് പാരഗ്രാഫ് ഓഫ് ആൻ എസ്സേ, അല്ലേ? നമുക്ക് പണ്ടൊട്ടേ അറിയാവുന്നൊരു കാര്യമാണ്. ഈ കൺക്ലൂഷനിൽ നമ്മൾ ചെയ്യുന്നത് ഇറ്റ് റീസ്റ്റേറ്റ്സ് യുവർ ഒപ്പീനിയൻ ആൻഡ് സമ്മറൈസസ് ദ മെയിൻ പോയിൻറ്റ്സ് യു ഡിസ്കസ്ഡ്. ഒരു നോർമൽ എസ്സേ പോലെയല്ല, PTയുടെ എസ്സേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കൺക്ലൂഷൻ എഴുതേണ്ടത് നമ്മൾ ഇൻട്രൊഡക്ഷനിലും മെയിൻ ബോഡി 1ലും 2ലും പറഞ്ഞ കാര്യങ്ങളെ ഒന്നും കൂടെ ഒന്ന് സമ്മപ്പ് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഓർക്കുക, ഡോണ്ട് ആഡ് എനി ന്യൂ ഐഡിയാസ് ഇൻ ദ കൺക്ലൂഷൻ. ചിലർക്കൊരു ടെൻഡൻസി ഉണ്ട്, നമ്മൾ കൺക്ലൂഷനൊക്കെ എഴുതി വരുമ്പോഴേക്കും പുതിയ ഐഡിയാസൊക്കെ ബ്രെയിനിൽ ഇങ്ങനെ വരും. അപ്പോൾ ആ ഐഡിയാസൊക്കെ ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ടെൻഡൻസി വരും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. PT എസ്സേ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ മെയിൻ ബോഡി 1ലും 2ലും പറഞ്ഞു നിർത്തിയത് അതിനെ ഒന്ന് സമപ്പ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഇൻട്രൊഡക്ഷനിൽ തീസിസ് ആയിട്ട് കൊടുത്തത് അതൊന്നും കൂടെ റീസ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ കണ്ടോ, നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ കൊടുത്ത് തീസിസിനെ ഒന്നും കൂടെ റീസ്റ്റേറ്റ് ചെയ്യുവാണെങ്കിൽ റിവോർഡ് യുവർ പൊസിഷൻ യൂസിങ് ഡിഫറെൻറ്റ് വേർഡ്സ്. അതായത് നമ്മൾ എന്ത് തീസിസിൽ പറഞ്ഞോ അതിനെ ഡിഫറെൻറ്റ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് ഒന്ന് റീഫ്രീസ് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ തീസിസ് കൊടുക്കാത്ത ടൈപ്പ് എസ്സേസ് ആണെങ്കിൽ നമ്മൾ മെയിൻ ബോഡി 1 and 2ൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ സമപ്പ് ചെയ്ത് വെക്കുന്നു. സോ ദെയർ യു ക്യാൻ ബ്രീഫ്ലി മെൻഷൻ ദ കീ റീസൺസ് യു ഗേവ് ഇൻ ദ ബോഡി പാരഗ്രാഫ്. ബോഡി പാരഗ്രാഫിൽ എന്താണോ പറഞ്ഞു നിർത്തിയത് അതിനെ ഒന്നും കൂടെ അതിലെ കീ വേർഡ്സ് എടുത്തിട്ട് 1-2 സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് കൺക്ലൂഷനിൽ കൊടുക്കാം. ഇതാണ് ആക്ച്വലി കൺക്ലൂഷനിൽ നടക്കുന്നത്. പുതിയ ഐഡിയാസ് ഒന്നും വേണ്ട, പറഞ്ഞു നിർത്തിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഡിഫറെൻറ്റ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഒന്ന് സമ്മപ്പ് ചെയ്യുക, അതും വിത്ത് 1 or 2 സെൻറ്റൻസസ്. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു, പബ്ലിക് ട്രാൻസ്പോർട്ട് ഷുഡ് ബി ഗിവൺ ഫ്രീ, ഡു യു എഗ്രി ഓർ ഡിസഗ്രി? ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ ഇൻട്രൊഡക്ഷനും നമുക്ക് മെയിൻ ബോഡി 1 and 2 എങ്ങനെ എഴുതാമെന്നുള്ളത് പറഞ്ഞു. അതായത് എഗ്രിമെൻ്റ് ആയാലും ഡിസഗ്രിമെൻ്റ് ആയാലും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെയിൻ പോയിൻറ്റ്സും സപ്പോർട്ടിംഗ് പോയിൻറ്റ്സും എക്സാമ്പിൾസും ക്ലോസിംഗ് സെൻറ്റൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു വിട്ടു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കൺക്ലൂഷനാണ് ഇപ്പം ഞാനിവിടെ കാണിക്കുന്നത്. സോ നമ്മൾ എഗ്രി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കൺക്ലൂഷൻ എഴുതാം. ഇൻ കൺക്ലൂഷൻ, ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഷുഡ് ബി ഫ്രീ. അതായത് നമ്മൾ ഒപ്പീനിയനിൽ നമ്മുടെ തീസിസ് ആയിട്ട് പറഞ്ഞ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടാണ് പറയുന്നത്, ആസ് ഇറ്റ് ക്യാൻ റെഡ്യൂസ് ട്രാഫിക് കൺജഷൻ ആൻഡ് പൊല്യൂഷൻ ബൈ എൻകറേജിങ് മോർ പീപ്പിൾ ടു ലീവ് ദെയർ കാർസ് അറ്റ് ഹോം. ദിസ് ചേഞ്ച് ക്യാൻ പ്രൊമോട്ട് എക്കോ-ഫ്രണ്ട്ലി ട്രാവൽ ആൻഡ് മേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് മോർ ആക്സസിബിൾ ഫോർ ഓൾ സിറ്റിസൺസ്. Making transport free is a step towards a cleaner and more connected society. നമ്മളിവിടെ 3 സെൻറ്റൻസ് ആയിട്ട് 3 പോയിൻറ്റ്സ് ആണ് പറയുന്നത്. ഇതിലൊരു പോയിൻ്റ്, അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ പോയിൻ്റ് ആയിരുന്നു. റിമൈനിങ് കിടക്കുന്ന 2 സെൻറ്റൻസ് എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് പോയിൻ്റ് ആയിരുന്നു. അതിനെ ഷോർട്ടൺ ആക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മൾ എഗ്രി ആണ് ചെയ്യുന്നതെങ്കിൽ എഗ്രി ചെയ്യുന്നതിൻ്റെ റീസൺ ഇതായിരുന്നു, ദാറ്റ് നമുക്ക് എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റും, ട്രാഫിക് കൺജഷനും റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. വി ക്യാൻ റെഡ്യൂസ് ട്രാഫിക് കൺജഷൻ ആൻഡ് പൊല്യൂഷൻ മെയിൻ പോയിൻ്റ് ആണ്.
സപ്പോർട്ടിംഗ് പോയിന്റ് ആയിട്ട് പറഞ്ഞത് എക്കോ ഫ്രണ്ട്ലി ട്രാവലിങ്ങും ഒക്കെ നമുക്ക് അല്ലെങ്കിൽ മോർ ആക്സസിബിൾ ആയിട്ടുള്ള ട്രാവലിംഗ് ഒക്കെ നമുക്ക് കിട്ടുമായിരുന്നു. അതൊക്കെയാണ് നമ്മളിവിടെ കൺക്ലൂഷനിൽ വീണ്ടും റീസ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇത് എഗ്രിമെൻറ്റ്. സപ്പോസ് ഡിസഗ്രിമെൻ്റ് ആണെങ്കിലോ, ഇൻ കൺക്ലൂഷൻ ഐ ഡിസഗ്രി വിത്ത് ദ ഐഡിയ ഓഫ് മേക്കിംഗ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ബിക്കോസ് ഇറ്റ് ക്യാൻ പ്ലേസ് എ ഹെവി ഫൈനാൻഷ്യൽ ബേർഡൻ ഓൺ ദ ഗവൺമെൻറ്. നമ്മൾ തീസിസിൽ പറഞ്ഞതാണ് നമ്മൾ ഡിസഗ്രി ആണ് ചെയ്യുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മെയിൻ പോയിന്റിൽ പറഞ്ഞത് ഇത് ഗവൺമെൻറ്റിന് ഒരു ഫൈനാൻഷ്യൽ ബേർഡൻ ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞ് ഇങ്ങനെയായിരുന്നു, ദിസ് മേ ലീഡ് ടു പുവർ സർവീസ് ക്വാളിറ്റി ആൻഡ് ലാക്ക് ഓഫ് പ്രോപ്പർ മെയിൻ്റനൻസ്. സപ്പോർട്ടിംഗ് പോയിന്റ് ആയിരുന്നു. അതിനെ വീണ്ടും നമ്മൾ ഷോർട്ടൺ ആക്കി വെച്ചെന്നേ ഉള്ളൂ. ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് ഇറ്റ് ഫ്രീ, ഇംപ്രൂവിംഗ് അഫോർഡബിലിറ്റി വൈൽ മെയിൻറ്റെയിനിങ് സർവീസ് സ്റ്റാൻഡേർഡ്സ് വുഡ് ബി മോർ പ്രാക്ടിക്കൽ സൊല്യൂഷൻ. നമ്മൾ ഒരു ചെറിയൊരു സൊല്യൂഷനും കൂടെ കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്തെഴുതേണ്ടത്, കൺക്ലൂഷൻ എഴുതേണ്ടത്. ഇപ്പോൾ ക്ലിയർ ആയോ നമ്മൾ എങ്ങനെയാണ് PTE-SAയിൽ ലാസ്റ്റ് പാരഗ്രാഫ് ആയിട്ടുള്ള കൺക്ലൂഷൻ എഴുതേണ്ടതെന്ന്? ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മൾ മെയിൻ പോയിന്റ് ആയിട്ടും സപ്പോർട്ടിംഗ് പോയിന്റ് ആയിട്ടും എന്ത് പറഞ്ഞോ അതിനെ ഷോർട്ടൺ ആയിട്ട് റീഫ്രേസ് ചെയ്ത് വെക്കുന്നു. ഇനി തീസിസ് ഉള്ള എസ്സേയിലാണെങ്കിൽ അതായത് നമ്മുടെ തീസിസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കൺക്ലൂഷൻ കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. So I hope you got an idea about how to write a PTE-SA. എസ്സേയുടെ സ്ട്രക്ചർ എന്താണ്, എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. വി വിൽ റെസ്പോണ്ട് ടു ഇറ്റ്. അതുപോലെ തന്നെ PTE റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസോ ക്വസ്റ്റ്യൻസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ അവർ ടെലഗ്രാം ചാനൽ. അവിടെ നിങ്ങൾക്ക് ഇതെല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പം നമുക്ക് അടുത്ത മൊഡ്യൂളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.